ഹായ് കൂട്ടുകാരെ, ഇനൂസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മിഠായിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ജെൽ മിഠായിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് ഞാനിതാ 3 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു പഴുപ്പ് നാട്ടിലെ ചെനച്ചു എന്നൊക്കെ പറയൂലേ, അതുപോലത്തെ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പകുതി മധുരം പകുതി പുളിയും അങ്ങനത്തെ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മാങ്ങ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി പച്ചമാങ്ങ കിട്ടാനില്ല, ഇപ്പോൾ പഴുത്ത് തുടങ്ങിയത് കൊണ്ട് പച്ചമാങ്ങ കിട്ടാനില്ലെങ്കിൽ പഴുത്ത മാങ്ങ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാനിതാ മാങ്ങ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഞാൻ അടിച്ചെടുക്കുന്ന മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഇതുപോലെ പേസ്റ്റാക്കി എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പൾപ്പ് കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ആക്കിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അധികം കട്ടിയായിട്ടല്ല ഇതിൻ്റെ പൾപ്പ് വേണ്ടത്, കുറച്ച് ലൂസായിട്ട് തന്നെയാണ് നമുക്കിതിൻ്റെ പൾപ്പ് കിട്ടേണ്ടത്. അങ്ങനെ ഞാനിതാ ഇതെല്ലാം ഇതുപോലെ നന്നായിട്ട് അരിച്ച് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് കൂടുതൽ മിഠായിക്ക് ഇതുപോലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മാങ്ങ എടുത്താൽ മതി. ഞാൻ എന്തായാലും 3 മാങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതാ നമുക്ക് നമ്മുടെ മാങ്ങയുടെ പൾപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കുറച്ച് ലൂസാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇതാണ്ടോ ഈ ഒരു തവിക്ക് 2.5-3 തവിയാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് കൂടുതൽ വെള്ളമാവാൻ പാടില്ല, ഇതൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ കാരമലായി പോകുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അത് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് മാംഗോ ഫ്ലേവറും അതേപോലെ തന്നെ കളറിന് വേണ്ടിയിട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഗ്രീൻ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ഫുഡ് കളർ ഗ്രീൻ കളർ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ യെല്ലോ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലവർ പൊടിയാണ്. അപ്പോൾ കണ്ടോ, ഈ ഒരു സ്പൂണിനാണ് ഞാൻ ഒരു സ്പൂണ് കോൺഫ്ലവർ പൊടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എവിടെയും കട്ട കുത്തി നിൽക്കാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പായോ നോക്കാം. ഇത് മെൽറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഷുഗർ മെൽറ്റായി വരുമ്പോൾ അതിൽ നിന്നൊരു ബബിൾസൊക്കെ വരും കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ ജലാറ്റിൻ ചേർത്ത് കൊടുക്കേണ്ടത്. ജലാറ്റിൻ കണ്ടോ, ഈ ഒരു സ്പൂണിന് തന്നെയാണ് ഞാൻ ഇത്രത്തോളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഈ ജലാറ്റിൻ ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അലിഞ്ഞ് കിട്ടണമെങ്കിൽ, അതായത് മെൽറ്റായി കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. ഇനി നമ്മുടെ മാംഗോൻ്റെ ആ പൾപ്പ് കൂടി ചേർത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സെറ്റായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈ വെക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം. പിന്നെ കൈ വെക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും, നമ്മൾ കോൺഫ്ലവർ പൊടി ചേർക്കുന്നത് കാരണം കൊണ്ട്. അപ്പോൾ നമുക്കിത് കൈ വെക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഇതിൻ്റെ കണ്ടോ ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയാണ് ഇത് ആയി വരേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ അത് സെറ്റായി കിട്ടൂല. അപ്പോൾ ഇനി നമുക്ക് മോൾഡാണ് കേട്ടോ വേണ്ടത്. എൻ്റെ കയ്യിൽ മോൾഡ് ഇല്ലാത്തത് കാരണം കൊണ്ട് ഞാൻ ഫ്രീസറിൽ ഇരിക്കുന്ന ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ആയി കിട്ടണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അത് എടുക്കുന്ന സമയത്ത് അതിന് കിട്ടൂല. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു കപ്പിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കാൻ നല്ലതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. ഇതൊന്ന് ഈസി ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒരു 1 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചിട്ട് നമ്മളിത് സെറ്റായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. നന്നായി സെറ്റായി എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിത് പുറത്തോട്ട് എടുത്താൽ മത്ത്. എന്തായാലും ഞാനിതാ ഒരു 2-3 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതിൻ്റെ കൂളിംഗ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു 10-20 മിനിറ്റ് പുറത്ത് തന്നെ വെച്ച് വെക്കാം. ഞാൻ ഫ്രീസറിലായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്ത ശേഷം ഇതിന്ന് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ മിഠായി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മിഠായി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് തയ്യാറാക്കി നോക്കാം. പിന്നെ അധികം സമയമൊന്നും ഇതിന് ആവശ്യമല്ല കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഒരു സാധനം തന്നെയാണ്.
ഇനി നമുക്ക് ഇതിന് ഇതുപോലെ ഒരു സ്പൂണിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇതിനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അടർത്തിയെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ മോൾഡ് ഉണ്ടെങ്കിൽ അത് ഈസിയാണ്. അത് പുറകുവശത്തു നിന്നൊന്നിങ്ങനെ തട്ടി കൊടുത്തിട്ട് താഴോട്ട് വീഴും കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമാണ്. ഈ മിഠായി എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതായത് പഞ്ചസാരയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ, പഞ്ചസാര എല്ലായിടത്തും ആകുന്ന രീതിയിൽ തന്നെ ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി തന്നെയാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റിലൊരു മിഠായി തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പി തന്നെയാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.